ട്രക്ക് ഡ്രൈവർ അർജുനെ കാണാതായ ഗംഗാവലിപ്പുഴയിൽ പരിശോധന നടത്തി നേവി സംഘം. നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലത്താണ് നേവി വീണ്ടും സോണാർ പരിശോധന നടത്തിയത്. പുഴയിലെ അടിയൊഴുക്കും നേവി സംഘം പരിശോധിച്ചു. അരുൺ പൂപ്രഭ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, നേവി സംഘത്തിന്റെ പരിശോധന ഏതു വിധമായിരുന്നു? ഇനി ഒരു തുടർ തിരച്ചിലിന് അതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? പുഴയിലെ ഒഴുക്കിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് അരുൺ? ശ്രീലക്ഷ്മി, എന്തായാലും പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തെരച്ചിലിന് നേവിക്ക് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ല. അത് ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചതിന് ശേഷം മാത്രമേ അത്തരം തെരച്ചിൽ നടപടി ഉണ്ടാവൂ എന്നതാണ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഇന്ന് നേവി നേരത്തെ അവർ ഈ സോണാർ പരിശോധനയിൽ അവർ ഒരു കൃത്യമായ ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന ഒരു സ്ഥലം മാർക്ക് ചെയ്തിരുന്നു. അതൊരു 30 മീറ്റർ ചുറ്റളവിൽ അവർ അത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അവിടെ നിന്ന് ഈ ലോറിയുടെ സാന്നിധ്യം സ്ഥാനം മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇന്ന് നേവിയുടെ സംഘം പുഴയിലിറങ്ങി ഇത്തരത്തിൽ സോണാർ പരിശോധന നടത്തിയതെന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പുഴയുടെ അടിയൊഴുക്കും നേവി പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ തെരച്ചിൽ നിർത്തുന്ന ഘട്ടത്തിൽ ഒരു 2 നോട്ട്സ് മുതൽ 3 നോട്ട്സ് വരെയൊക്കെ ആയിരുന്നു ആ ദിവസങ്ങളിൽ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അടിയൊഴുക്ക് ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് അല്പം കൂടിയിട്ടുണ്ട്. 4 നോട്ട്സാണ് ഇന്ന് പരിശോധന നടത്തിയപ്പോൾ അടിയൊഴുക്ക് കണ്ടെത്തിയതെന്നാണ് നേവി അറിയിക്കുന്നത്. അപ്പോൾ അടിയൊഴുക്ക് എന്തായാലും കൂടിയിട്ടുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിന് ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. നേരത്തെ അതിനാവശ്യമായ 96 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം വഹിക്കുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് സർക്കാരിനോട് അതിന്റെ സഹായം തേടി മുഖ്യമന്ത്രിക്ക് ജില്ലാ ഭരണകൂടം കത്തയക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. മുഖ്യമന്ത്രി എന്തായാലും അടുത്ത ദിവസം ഡ്രൈവർ അർജുനെ കാണാതായ ഗംഗാവലി പുഴയിലാണ് ഇപ്പോൾ നേവി സംഘം വീണ്ടും പരിശോധന നടത്തിയത്. പുഴയിൽ അടിയൊഴുക്ക് നന്നായി കുറഞ്ഞ ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പരിശോധനകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നു.